ഹായ് ഗൈസ്, ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഫേമസ് ആയ മലക്കോട്ടയിലാണ്. നമുക്ക് ആദ്യം ഒരു തമിഴ്നാട് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എപ്പോഴും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നമ്മുടെ നാട്ടിലേക്കാളും നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. ഞങ്ങളിത് കഴിച്ചിട്ട് നേരെ തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കയറിയത്. അവൾ അപ്പോഴേ ഉറങ്ങിപ്പോയി. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സാണ് ട്രാവൽ ഉള്ളത്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ചരിത്ര സ്മാരകമാണ് മലക്കോട്ട എന്ന് പറയുന്നത്. ഇതിനെ റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ചരിത്രവും ആത്മീയതയും എല്ലാം ചേർന്ന ഒരു അത്ഭുതമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റോക്ക് ഫോർമേഷനിൽ ഒന്നാണിത്. ഏകദേശം ഒരു 3 ബില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ് ചില പഠനങ്ങളിലൊക്കെ പറയുന്നത്. ഈ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ക്ഷേത്രമാണ് ഉച്ചിപ്പിള്ളയാർ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ ഗണപതിയാണ് പ്രതിഷ്ഠ. ഇവിടേക്ക് കയറുന്നതിന് തന്നെ ഒരു 100 കണക്കിന് പടികൾ കയറി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയിട്ട്. ചരിത്രപരമായി നോക്കുമ്പം പല്ലവർ, ചോള, നായക്കന്മാരിങ്ങനെ എല്ലാവരും ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാരും ഫ്രഞ്ച് സൈന്യവും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധകാലത്ത് ഈ കോട്ടയ്ക്ക് മെയിനായിട്ടുള്ളൊരു പങ്കാണ് ഉണ്ടായിരുന്നത്. ഈ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഇത് സൂപ്പറാണ്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ട്രിച്ചി നഗരം, അവിടെ നിന്നുള്ള കാവേരി നദി, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. കയറുന്നത് ഭയങ്കര പാടാണെങ്കിലും ഇറങ്ങാൻ നല്ല സുഖം കേട്ടോ. വലിയൊരു ഇറക്കമല്ലേ, അതുകൊണ്ട് അത് നമ്മൾ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇതിന് മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ വെയിലുള്ള സമയത്തായിരുന്നു വന്നത്. അപ്പം കാലൊക്കെ പൊള്ളിയിട്ടു ഭയങ്കര പാടായിരുന്നു. കയറിയിട്ട് നമുക്കതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആ വ്യൂ ആയാലും വെയിലല്ലേ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പം മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് അവിടെ സുഖമായിട്ടൊന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെ ഒരു മെമ്മറി ആയിരിക്കുമല്ലോ. ഞങ്ങളിനി ഈ ടൗൺ വിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമല്ലേ, ഇവിടെയൊക്കെ വന്നിരുന്നു എന്നുള്ളൊരു മെമ്മറി ആയിട്ട് കയ്യിൽ കിടക്കുമല്ലോ. ഐരയ്ക്ക് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങളൊന്നും അവൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഓർമ്മ കാണില്ലല്ലോ. അപ്പോൾ അവൾ ഇവിടെയൊക്കെ വന്നിരുന്നു, അവളിങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ അവൾക്ക് ഓർക്കാൻ ഒരു മെമ്മറി. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സെൻറ്റ് ലോഡസ് എന്ന ചർച്ചിലാണ്. ഇത് തൃച്ചിലൊരു മെയിനായിട്ടുള്ള ചർച്ചാണ്. ഫ്രാൻസിലെ ലോഡസ് എന്ന സ്ഥലത്തെ ഫേമസ് ആയിട്ടുള്ള ബസിലിക്കയുണ്ട്. അതിൻ്റെ മാതൃകയിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോഴേ ഇതിനൊരു യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ ഫീലൊക്കെ തോന്നുന്നുണ്ട്. ചരിത്രവും ഫെയ്ത്തും ബ്യൂട്ടിഫുൾ വ്യൂസും എല്ലാം കൂടെ ചേർന്ന ഒരു അൺഫോർഗറ്റബിൾ ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. താങ്ക് യു ട്രിച്ചി. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.